ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നു, അതിന്റെ ഒക്കെ ഒരു രഹസ്യം എന്താ, സീക്രട്ട് എന്താ? സ്നേഹം. ഈ പെട്ടെന്ന് മടക്കി വെക്കാത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനയമോഹം ഉണ്ടോ? ചെറുപ്പം തൊട്ടേ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആദ്യം ഇങ്ങോട്ട് തുടങ്ങി. ദോശ ഉണ്ടാക്കാനായിരുന്നു, അല്ലെങ്കിൽ പുട്ട്. ഈ ചോറും ദോശയും എന്ത് അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ആകെ ടയേർഡാ. ഞങ്ങളത് വിട്ട കേട്ടാ. ഹായ്, ഹലോ, നമസ്കാരം. ബട്ട് വൈ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ 9 ഗിഫ്റ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 9 ഗിഫ്റ്റിന് വേണ്ടി എല്ലാവരും ഭയങ്കരമായിട്ട് വഴക്കണമെന്ന് തോന്നും. കാരണം എപ്പോഴും ഇവരെ കുറിച്ച് ഇങ്ങനെ ആരെ സെലക്ട് ചെയ്യണം, ഇതിൽ ഏത് ഗിഫ്റ്റിനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അപ്പം ഒരുപാട് സ്നേഹത്തോട് ഞാൻ സ്വാഗതം ചെയ്യുന്നു മച്ചാനും പിള്ളേരും. ഗുരുവായൂരപ്പ, ഇന്ദ്രജാലക്കാരാ, എന്താപ്പോ നിങ്ങന്റെ മറിമായം? ചെക്ക സുന്ദരനാട്ടോ. എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ, താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്. ഒടിഞ്ഞു കുത്തി എന്റെ പുറകെ നടക്കും. നമുക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന പാടെ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, സോങ് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരുപാട് പ്രാക്ടീസ് ഇവിടെ ബാക്കിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്നത്തെ എന്റെ ഗസ്റ്റ് ആണ്. അപ്പൊ ഗസ്റ്റ് വീട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും? ചായ കൊടുക്കും. അപ്പൊ ഇവിടെ ചായ ഇല്ല, പകരം ക്രിസ്മസ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു ക്രിസ്മസ് തൊപ്പി വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ആയിഷ്, നല്ല സുന്ദരി കുട്ടികളായി എല്ലാവരും. കംപ്ലീറ്റ് ആയി. നിങ്ങളെ കുറിച്ച് നമ്മൾ കുറെ ഇന്റർവ്യൂസിൽ ഞാൻ കാണാറുണ്ട്, ആൻഡ് അതുപോലെ തന്നെ റീൽസിൽ ഒരുപാട് കാണാറുണ്ട്. നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. അപ്പൊ നമുക്കൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളെ കുറിച്ചൊക്കെ കേൾക്കാനും ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ ആരാണ്, എന്താണ്, എവിടെ നിന്നാണെന്നൊക്കെ. ഓൾറെഡി ഇന്റർവ്യൂവിൽ നിങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ 9 പേരെ ഇന്റർവ്യൂ ചെയ്യണേ. ഞാൻ 8 പേരെ ആയിരുന്നു ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്തത്. ഇന്ന് ആ കണക്ക് ഞാൻ തെറ്റിച്ചിരിക്കുകയാണ്. 9 പേരെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പം വിശേഷങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചു വരണം. അതിനുമുമ്പ് ചോദിക്കട്ടെ, 2019 മുതലാണ് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ ഗേൾസിനിടയിൽ നമുക്കൊരു പറയാറുണ്ട്, പെൺപിള്ളേര് കൂടി കഴിഞ്ഞാൽ ഒരു 3 വർഷം ഒക്കെ പോവും, അത് കഴിഞ്ഞ് പിന്നെ പൊട്ടി പാളീസായി പോകുന്നു. പക്ഷെ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് ഇപ്പോഴും പഠിത്തമൊക്കെ കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നു, അതിൻ്റെ ഒക്കെ ഒരു രഹസ്യം എന്താ, സീക്രട്ട് എന്താ? സ്നേഹം. പറഞ്ഞത് നന്നായി. സ്നേഹാണോ? അല്ല, അതിനപ്പുറം അല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരേ മൈൻഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും തമ്മിൽ പറഞ്ഞു തീർക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലുതായിട്ട് അങ്ങനെ ഇല്ല, ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എപ്പോഴും ചീത്ത കേൾക്കണം ഞങ്ങൾക്ക്. ഈ കൂട്ടത്തിലേ ഒരു വീട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഗൃഹനാഥൻ വേണമെന്ന് പറയാറില്ലേ? ആൻഡ് ഈ വണ്ടി ഓടിക്കുന്ന ആരാണ്? ഡ്രൈവർ പറയില്ല, വീട് തുപ്പി കാണിക്കാം. ആൻഡ് ഇവിടെയാണ് മച്ചാനാണ്. ഓക്കെ, മച്ചാനാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പ് കണ്ടു കേട്ടോ. ഞാൻ ഇപ്പൊ വരെ കൂട്ടിക്കൊണ്ടുവരാന്ന് കണ്ണൂരിട്ട് പോയിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേഷ്യപ്പെടുകയോ ഇല്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം നന്നായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ. മച്ചാൻ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? മച്ചാനാണ് ഈ വണ്ടി ആണ് ആണ് ഇങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇത്തവണ പണി കുറയും കേട്ടോ, കാരണം നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അത്ര ആക്റ്റീവ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ക്രിസ്മസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ ഓരോ മെമ്മറീസ് ഉണ്ടാവും. നിങ്ങളുടെ ഒരു ക്രിസ്മസ് മെമ്മറി എന്താ? കോളേജിന് പുറത്തിറങ്ങി, കോളേജിലല്ല, കോളേജിന് പുറത്തുള്ള വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്ത് റോട്ടിലൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി. എല്ലാവരും സെയിം ഡ്രസ്. അപ്പോഴല്ലേ നമ്മള് മാർഗംകളിയുടെ കോളേജിലെ ഡാൻസ് കളിച്ചു, മാർഗംകളിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്.
പിന്നെ ഇങ്ങനെ കരോളിന് ഇറങ്ങി ഇവള് ക്രിസ്മസ് അപ്പൂപ്പനായിരുന്നു. അടുത്ത ദിവസം എനിക്ക് ഡെങ്കു ആയിരുന്നു. എല്ലാ വീട്ടിലും കയറി കളിച്ച്. അപ്പൊ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് അവിടേക്ക് അങ്ങനെ പെൺകുട്ടിയോട് കരോളിന് പോണേ, പെൺകുട്ടിയോട് മാത്രം, ബോയ്സ് ഒന്നും ഉണ്ടായില്ല ഞങ്ങളുടെ ഒപ്പം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇപ്പം ഇത്രയും വർഷമായല്ലോ നിങ്ങൾ, ഇപ്പം നിങ്ങളുടെ ഒരു ജേർണി നമ്മൾ കേട്ടു. ഇനി ഞാൻ ചോദിക്കുന്നില്ല, എന്നോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ചോദ്യങ്ങൾ ദൈവത്തെ കുറിച്ച് ചോദിക്കരുത്. കുറെ കേട്ടിട്ട് ഇവര് മടുത്തു. ആ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല. പക്ഷെ ഇത്രയും വർഷം കൊണ്ടുപോവാ അല്ലെങ്കിൽ സക്സസ് ആയിട്ട് തന്നെ പോവാ, നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ നെഗറ്റീവ് ഒന്നും വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. ഇപ്പോഴും ആൾക്കാർ പോസിറ്റീവ് കമന്റ് ആണ്. ആൻഡ് എങ്ങനെ ഇത്ര സക്സസ്ഫുള്ളി പോകുന്നതിനാണ് ആളുകൾക്ക് അറിയേണ്ടത്. അതൊക്കെ തോന്നുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കണ കൊണ്ട് തന്നെ ആയിരിക്കും. ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ വീട് വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ ബാക്കിയുള്ളവരില്ലാത്ത അങ്ങനത്തെ ഒരു ചോദ്യം വരുമല്ലോ. ഇതിപ്പോ എല്ലാരും ഒരുമിച്ചുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്ര ഇഷ്ടം തോന്നുന്നു. പിന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ലൈക്ക് നമ്മള് കോഴ്സ് കഴിഞ്ഞ് പോയാലും ഈ ഒരു ടീം ഇങ്ങനെ തന്നെ ഒരുമിച്ച് പോകണം, അപ്പൊ ഇതുപോലെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ചിലപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ല, ആദ്യമേ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പം അതൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുമിച്ചല്ലേ നിൽക്കുന്നത്? അത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു ഇനി പകുതിയൊക്കെ ആയപ്പോ തന്നെ ആലോചിച്ചു എന്താ ചെയ്യാ, എന്നാ ഒരുമിച്ച് നിക്കാം, അങ്ങനെ നോക്കാം എന്നുള്ളതൊക്കെ. പിന്നെ എറണാകുളം മൊത്തം തപ്പി വീടുകൾ കംപ്ലീറ്റ് ഇവിടെ ഒക്കെ തപ്പിട്ട് ഫാമിലി അല്ലാണ്ട് ആരും തരില്ലല്ലോ. പിന്നെ ഗേൾസ് മാത്രം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പേടി. ഇങ്ങനെ എത്ര പെൺകുട്ടികളെ പിന്നെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടാണ് അവര് കൊറേ സങ്കടപ്പെട്ടു. വീട് കിട്ടാണ്ടായി, കൊറേ സങ്കടപ്പെട്ടു ഞങ്ങള്. അവസാനം കിട്ടി, ഫൈനലി കിട്ടി. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് തന്നെ. അത് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അത് ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ? ജോലിയുണ്ട്, മെയിൻ ആയിട്ട് റീൽസ് എടുക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ജോലി പ്രോഗ്രാം അങ്ങനൊക്കെ ആയിട്ട് ഒരുമിച്ച് തന്നെ. പൊതുവെ ഈ ഡാൻസേഴ്സ് ആവുമ്പോഴേ നിങ്ങൾക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണം അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരു മച്ചാനും പിള്ളേർക്കും ഒരുമിച്ചൊരു അങ്ങനെ ഒരു പ്ലാൻ പരിപാടികൾ ഞങ്ങൾ ഓരോ ബ്രാഞ്ചസ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ. ഇപ്പൊ കോഴിക്കോടും മലപ്പുറത്തും ചാലക്കുടി എല്ലായിടത്തും ഉണ്ട്. ഒരേ പേരിൽ തന്നെ ധൃതി ആർട്ട് അക്കാഡമി എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഓരോ ജില്ലയിൽ ഓരോന്ന് തുടങ്ങി. ഈ പുതിയ കുട്ടികൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാറുണ്ടോ? നിങ്ങളെ പോലെ വീഡിയോസ് ചെയ്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വീഡിയോ ചെയ്യണം, നിങ്ങൾ കൂട്ടോ, അങ്ങനെ വെച്ച് മെസ്സേജസ് വരാറുണ്ട്? നിങ്ങളുടെ കൂട്ടോ ചോദിക്കലുണ്ട്, നിങ്ങൾ ടീമിൽ എടുക്കോ, എന്താ ചെയ്യണ്ടേ, ടീമിൽ വരാൻ എന്താ ചെയ്യണ്ടേ. അടുപ്പിക്കാറില്ല. പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങൾ എടുക്കില്ല അല്ലേ? നമ്മുടെ അത്ര ചോദ്യങ്ങൾ ഞങ്ങൾ അല്ല, ഇതിപ്പോ നമുക്കറിയാം ഞങ്ങൾ എന്താ എങ്ങനെയാ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇനി ഒരാൾ വരുമ്പോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, അപ്പൊ ക്രിസ്മസ് അല്ലേ, അപ്പൊ ആദ്യം നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, കേട്ട് കേട്ട് ഞാൻ എടുത്തു. ഇനി നിങ്ങളാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത് ആ പാട്ട്. ഏത് പാട്ടെന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചു വന്നൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട്. എന്തും ഉണ്ണി പിറന്നു സ്റ്റാർട്ടിങ് കൈയടിക്കുന്ന ആൾക്കാരാണ്. എനിക്കിതുണ്ടെങ്കിലും പാടാൻ പറ്റുള്ളൂ. ഉണ്ണി പിറന്നേ ഉണ്ണി യേശു പിറന്നേ, 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 ബെത്ലഹേം നഗരിയിൽ വന്നു പിറന്നേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, ബെത്ലഹേം നഗരിയിൽ വന്നു പിറന്നേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, ഉണ്ണി പിറന്നേ ഉണ്ണി യേശു പിറന്നേ, ഉണ്ണി പിറന്നേ ഉണ്ണി യേശു പിറന്നേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, പിറന്നവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, മനുജന മണ്ണിൽ പിറന്നവനേ, താരകം നോക്കി ഞാൻ നിൽക്കവേ, ആടിടാം പാടിടാം ഹാപ്പി ക്രിസ്മസ്, താരകം നോക്കി ഞാൻ ഇന്നു നാം നിൽക്കവേ, ആടിടാം പാടിടാം ഹാപ്പി ക്രിസ്മസ്, ഉണ്ണി പിറന്നേ ഉണ്ണി യേശു പിറന്നേ, ഉണ്ണി പിറന്നേ ഉണ്ണി യേശു പിറന്നേ, ബെത്ലഹേം നഗരിയിൽ വന്നു പിറന്നേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, ബെത്ലഹേം നഗരിയിൽ വന്നു പിറന്നേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ,
കരോളായിട്ട് ഇറങ്ങാട്ടോ. ഇപ്രാവശ്യം ആലോചിക്കുന്നുണ്ട്. നല്ലതാട്ടോ. കാരണം ഈ പാട്ട് ശരി എവിടെ കേട്ടിട്ടുണ്ട്. അവള് ഉണ്ടാപ്പിയുണ്ട്. ഞങ്ങൾ പാടി പാട്ട് ഇപ്പോഴേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പുതിയതാ. വേറെ ഏതോ പാട്ടിന്റെ പാരഡി പോലെ എനിക്ക് തോന്നി. ഒന്ന് കമന്റ് ചെയ്യണം. ബന്ധമില്ല. ഓക്കെ. ആൻഡ് ക്രിസ്മസ് അല്ലേ, ആൻഡ് നിങ്ങൾക്ക് കുറേ പരിപാടികൾ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് മുൻപ് ആൻഡ് ഒരു ഡാൻസർ ആവുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചു ഇപ്പം ഒരു പ്രൊഫഷനായിട്ട് ഡാൻസ് ചൂസ് ചെയ്യാൻ പോകുമ്പോൾ കുറേ പേര് നമ്മുടെ വീട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഡാൻസ് ഒരു പ്രൊഫഷണൽ ഡാൻസ് പഠിക്കാം, അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ ഈ 9 പേരിൽ? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ? ഇവിടെ തുടങ്ങിക്കോ. എനിക്ക് എന്തായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാൻ. വേറൊരു ഫീൽഡ് എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകുമല്ലോ. അല്ല, ഡാൻസ് ശ്രദ്ധിക്കാൻ പറ്റൂല, പിന്നീട് വേറെ ഫീൽഡിലേക്ക് പോയാലോ. അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണമല്ലോ ആർട്ടിസ്റ്റ്. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കാം. അങ്ങനെ ഇവിടെ വീട്ടിലെല്ലാരും സപ്പോർട്ടാണ്, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സപ്പോർട്ടും കൂടി ആകുമ്പോ കുറച്ചും കൂടെ സാധനമായില്ലേ. ഓക്കെ. അങ്ങനെ ഇവിടെ എനിക്ക് എന്റെ അമ്മ ഓൾറെഡി ഡാൻസർ തന്നെയാ. അപ്പൊ എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു അമ്മേനെ പോലെ ഡാൻസർ ആവണം, അമ്മേനെ പോലെ ഫീൽഡിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇവിടെ അമ്മക്ക് ഇങ്ങനെ ആഗ്രഹമായിരുന്നു, അമ്മക്ക് പഠിക്കണം എന്നായിരുന്നു ഇഷ്ടം. പിന്നെ അമ്മ വിചാരിച്ചു ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവണേ അവളെ പഠിപ്പിക്കുന്നു. പിന്നെ ഞാനും വന്നപ്പോ ഞാൻ പഠിക്കണേക്കാട്ടി നന്നായിട്ട് ഡാൻസാ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ ഡാൻസ് മാഷാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എങ്ങനെ ഡാൻസ് പഠിച്ചു വന്നപ്പോൾ ചെറിയച്ഛനും എന്നെ ഒരു ഡാൻസർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഭയങ്കര റെയർ ആണല്ലേ അങ്ങനത്തെ കുട്ടികൾ. ഓക്കെ. ഇതുപോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പാരന്റ്സ് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് അങ്ങനെ പോയി. ഓക്കെ. എന്റേതും അങ്ങനെയാണ്. പാരന്റ്സിന് എന്റെ അമ്മയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം അച്ഛനാണ്. അച്ഛൻ അങ്ങനെ പണ്ട് പഠിക്കാനൊന്നും വിട്ടിട്ടൊന്നുമില്ല, പോണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എന്നെ ഇതിലേക്ക് വിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അയച്ചത് അച്ഛനാണ്. ഓക്കെ. ഞാൻ വേറെ ഞാൻ ഡോക്ടർ ആവണമെന്നൊക്കെ ആദ്യം ചെറുപ്പത്തിൽ വിചാരിച്ചത്. പക്ഷെ ഒന്നാമത് ഫാമിലി ഡോക്ടർ ഫാമിലിയാണ് ആയുർവേദമൊക്കെ. അപ്പൊ പിന്നെ ആലോചിച്ചു അതിലേക്ക് പോവണ്ട. ആലോചിച്ച് നോക്കിയപ്പോൾ എന്നെ അങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെറുപ്പം ഒരു ഡാൻസ് പഠിച്ചു തുടങ്ങി. അപ്പം പ്രൊഫഷണലായിട്ട് +2 കഴിഞ്ഞ് കോഴ്സ് ചെയ്യാം. പിന്നെ അധികം ഇതിനെപ്പറ്റി അറിയൂല, ആരും അങ്ങനെ ഫാമിലിയിലും ഇല്ല. അപ്പം പിന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചു. പിന്നെ കുറച്ചുകൂടി താല്പര്യം ആക്ടിങ് ആണ്, പക്ഷെ ഡാൻസും ഒപ്പം ഒരുമിച്ച് കൊണ്ടുപോകണം വേണ്ടി. അല്ല, മച്ചാൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും ഡാൻസ് മാഷാണ്. അപ്പോൾ അച്ഛൻ്റെ ഞങ്ങള് താഴ്വരകളാണ്. താഴ്വരാവാനാണ് ഇഷ്ടം. അല്ല, ചിലർ ഈ അഭിനയ മോഹം ഉള്ളതുകൊണ്ട് അതിന്റെ ഡാൻസ് പഠിക്കാം അങ്ങനെ ചിന്തിച്ചുവല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനയ മോഹം ഉണ്ടോ? ഇല്ല. എനിക്ക് ഡാൻസ് പഠിച്ച് എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓഡീഷനെ പോയി തുടങ്ങി. അതുവരെ സിനിമയിൽ പോകണമെന്നൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അഭിനയിക്കാൻ ഡാൻസിനുള്ള അഭിനയം അങ്ങനെ അതിഷ്ടമാണ്. അതല്ലാതെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അങ്ങനെ ചിന്തിച്ചു വന്നതല്ല. അങ്ങനെയില്ല. പൊതുവെ ഇപ്പൊ റീൽസ് ചെയ്യുന്ന എല്ലാവരും ഇപ്പം സിനിമയിൽ എത്തണം, ഓഡിഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അവസരം കിട്ടില്ല. അതിന്റെ ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ റീൽ ചെയ്ത് അത് കണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വിളിക്കും എന്ന ആഗ്രഹത്തിൽ ഒരുപാട് പേര് ഇപ്പൊ റീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു റീൽ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ കോളേജിലൊന്നും അറിയപ്പെട്ടോട്ടെ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചില്ല. ആൻഡ് നിങ്ങൾ കുറച്ച് വീഡിയോസ് ഇട്ട് വൈറലായി, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് തുടങ്ങി. ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? അപ്പൊ ഞങ്ങളത് കണ്ട് നിർവൃതി അടയും. 10-20 വട്ടം കണ്ട് ഞങ്ങളെ സന്തോഷിക്കും. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഭയങ്കര സന്തോഷം അത്. നമുക്കതെപ്പോഴും ഞങ്ങൾ ആദ്യത്തെ റീലിരുന്ന് കാണും. ഫസ്റ്റ് കണ്ടുപോയിട്ട് ഞങ്ങൾ തന്നെ ചിരിക്കുന്നത് എന്തീ കാണിക്കണം. പണ്ടത്തെ ഞങ്ങളെ പഴയ റീൽസ് കണ്ട ചിരിച്ചാൽ എന്തൊക്കെയോ കോപ്പറാട്ടിത്തരം കാണിക്കണം, എന്താ കാണിക്കണാവോ. ഈ നിങ്ങളുടെ ഈ റീല് കണ്ട് ഒരുപാട് ഫാൻസിന് തരാം. എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ആണ്. നിരന്തരം ഇൻബോക്സിൽ മെസ്സേജസിൽ കൂമ്പാരായിരിക്കും. എപ്പോഴും പെൺകുട്ടികളാകുമ്പോൾ എന്താണ് മെസ്സേജ് വരും. നിങ്ങൾ കണ്ടിട്ട് വെച്ച് ഏറ്റവും വലിയ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫാൻ മൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അത് മെസ്സേജിലല്ല, നമുക്ക് നേരിട്ട് കണ്ടപ്പോഴല്ലേ.
നേരിട്ട് ഞങ്ങൾ കോട്ടയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ ആ കുട്ടി ഞങ്ങളുടെ സ്റ്റോറി കണ്ടിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാൻ സ്റ്റോറി കണ്ടപ്പോഴാണ് മനസ്സിലായി നിങ്ങൾ ഇവിടെ ഉണ്ട്, ഞാൻ ഫോട്ടോ എടുത്താൽ അപ്പൊ ഭയങ്കര സന്തോഷമായി. ആ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നില്ലേ നമ്മളെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്തോ ഭയങ്കര സന്തോഷം. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ മനസ്സിലാവുന്നു, ഞങ്ങൾ ആകെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയാ അതുവരെ പിന്നെ ഡീസന്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെ മൊമെന്റ്സ് എല്ലാവർക്കും ഒരുമിച്ചുള്ള സമയത്ത്. ഓക്കെ, സിനിമ റിലീസ് ആയതിനു ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ മൂവി, അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഞങ്ങൾ അത് 2023 ഫെബ്രുവരിയിലായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിട്ടു, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഷൂട്ടിന് പോയിരുന്നു. ഞങ്ങൾ നമ്മളൊന്നും കാണിക്കൂല ആർക്ക് മനസ്സിലാവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് വിട്ട കേസാ. പക്ഷെ ഇത് ഇറങ്ങി കഴിഞ്ഞ് ഈ റീലുകൾ വന്നു തുടങ്ങിയല്ലോ, ആ ഭാഗം ഇങ്ങനെ കുറെ റീൽസ് വന്നല്ലോ. അപ്പൊ അങ്ങനെ മെസ്സേജുകൾ വരാൻ തുടങ്ങി, നിങ്ങളാണോ ഈ സിനിമയിൽ സാരി കണ്ടപ്പോ മനസ്സിലായി, നിങ്ങളെന്ന് മനസ്സിലായി, ഭയങ്കര സന്തോഷം നിങ്ങളങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ. ആ ഭാഗമൊക്കെ ഷോർട്ട് ചെയ്ത് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചൊക്കെ തരും, ഇതിൽ നിങ്ങളുണ്ടല്ലോ ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് അറിയുന്ന കുട്ടികളാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ഒരു ചലഞ്ച് ഞാൻ തരാൻ വേണ്ടി പോവാം. നിങ്ങൾ ഡാൻസേഴ്സ് ആണല്ലോ, നിങ്ങൾക്ക് ഓരോ ഭാവങ്ങളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനോ എനിക്കത് കണ്ട് പഠിക്കണം എന്നാണ്, എനിക്ക് പണ്ട് ഭയങ്കര ഡാൻസ് പഠിക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗുരു ഭാവങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കുറച്ച് നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ഓരോന്നായിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ കിട്ടിയത്, അതിൽ എന്താണോ എഴുതിയിട്ടുള്ളത്, അത് നിങ്ങൾ നിങ്ങളിലേക്ക് ആവാഹിക്കുക. ഓക്കെ, അതൊന്നല്ല, അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത സാധനം ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കേ നേരത്തെ ഒന്ന് പ്രോമിസാ. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും, അത് ഒരുപാട് ഫാൻസിന്റെ ആഗ്രഹമാണ്, നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾക്ക് അറിയണം. നിങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ ഓക്കെ. പക്ഷെ എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാ ആദ്യം ഒരാള്. അപ്പം അവർക്ക് എന്താണോ നോട്ടിൽ കിട്ടിയ ഇമോഷൻ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത ആള് പറഞ്ഞു തുടങ്ങിക്കോളാം അവർക്കിട്ട് ഇമോഷൻ വെച്ചിട്ട്. എല്ലാവർക്കും കിട്ടിയല്ലോ നോട്ട്? ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു? സാഡ്, ആംഗ്രി. അവള് കരയും. ഇവിടെ ജലസോ ഞാൻ ഹോട്ട്. ഷൈ ഒന്ന് മാറ്റി ഇവിടെ ഹോട്ട് കൊടുത്താലോ? ആൾ ഓൾറെഡി ഷൈയാണ്. എനിക്ക് മതിയായിരുന്നു, എനിക്ക് ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട് ഇല്ലല്ലോ, ഡേ ഇൻ മൈ ലൈഫ് ആണ്, രാവിലെ എഴുന്നേറ്റത് മുതലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മതി മതി, അപ്പൊ ഞാൻ ഉറങ്ങട്ടെ. നെക്സ്റ്റ് ഒരു മാറണം കേട്ടോ. നെക്സ്റ്റ് പറയുമ്പോ മാറാൻ പാടുള്ളൂ. അതെ, അയ്യോ, റെഡി? അയ്യോ, പറയുന്നത് ഡയലോഗ് പറഞ്ഞ ഞാൻ ഉറങ്ങിയ ഡയലോഗ് പറയൂല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി. അത് എന്താണോ കിട്ടിയ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് പറയാം. എന്താ മനസ്സിലായില്ല. ബെസ്റ്റ്. അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ നടക്കുന്നു അത് എക്സൈറ്റഡ് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടാസ്ക്. മനസ്സിലായില്ല? ഓക്കെ, നന്ദൊരു ചായ ഉണ്ടാക്ക്. എനിക്ക് ഇതൊക്കെ അറിയുള്ളൂ. ബാത്റൂം പോകാം. ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ ഞങ്ങള് രാവിലെ എണീറ്റ് ഞങ്ങള് റെഡി ആവും, പോവാണ്ട് അങ്ങോട്ട് പോകും. ഞാൻ രാവിലെ 8 മണി അത് പറയാൻ ഇങ്ങനെ പറയും. പുറത്തുനിന്ന് തുടങ്ങാം. പറ്റില്ല വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കും. ഓക്കെ, മച്ചാനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മച്ചാൻ എന്റെ ആംഗ്രി കേട്ടോ. ഓക്കെ, അത് പറയണ്ട. ശരി ശരി, ഓക്കെ. ഞാൻ 10 മണിക്ക് എണീറ്റേ രാവിലെ.
ചളവാക്കാനാ പുല്ലേ. നെക്സ്റ്റ് അഭിനയം ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സത്യത്തിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കൊന്നിനും അലക്കണോ വയ്യ, ഒന്നും എനിക്ക് വയ്യ. ആർക്കും വയ്യ, അവശതയാണ് മൊത്തം. ഓക്കെ നെക്സ്റ്റ് ചായ ഉണ്ടാക്കിയാവോ? ഞാനല്ലേ ചായ വെച്ചേ? അച്ഛനാണോ ചായ വെച്ചേ? അല്ല, ഞാൻ തന്നെ വെച്ച. ദോശ ഉണ്ടാക്കാല്ലേ ഇന്ന്? അല്ലേ വേണ്ട, പുട്ട് വയ്ക്കാം. ദോശമാവല്ലേ ഇരിക്കണേ, എനിക്ക് പുട്ട് മതി. നെക്സ്റ്റ് ഷോ ഇതെന്താ കാണുന്നേ? പുട്ടോ? ഷോ ഇതെന്തോ ഒരു പാത്രങ്ങളെ കഴുകാനിരിക്കുന്നേ. ഇതൊക്കെ ഇനി ഞാൻ ഒറ്റയ്ക്ക് കഴുകണ്ടേ? അതെ, മണി പറഞ്ഞ് സമയം എല്ലാം പോയി. ഇപ്പൊ തന്നെ മണി 12 മണിയായി. നിങ്ങൾ ചോറോ ദോശയോ എന്തച്ഛ ഉണ്ടാക്കിയിട്ട് ഞാൻ ആകെ ടയേർഡാ. ഉച്ചയ്ക്ക് ഞാൻ എണീറ്റ്. നീ ടയേർഡായോ? അതെന്താന്ന് എനിക്കറിയാം. ഞാൻ പണിയെടുത്ത് വന്ന ടയേർഡായത്. എന്താ ഉണ്ടാക്കിയിരിക്കണ കഴിക്കാൻ? എനിക്ക് വിശക്കണോ? Hey, I've seen this one. This is a classic. എനിക്ക് വിശക്കണു. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരോടെ പറയാ ഈശ്വര? ജോലി ചെയ്ത് രാപ്പകൽ കഷ്ടപ്പെട്ട് വന്ന ശനിയാഴ്ചയായാലും വർക്ക് ഫ്രം ഹോമാ. എനിക്ക് വയ്യ ഈ ജീവിതം. മടുത്തു എല്ലാം മടുത്തു. ഇനിയിപ്പോൾ ഇവര് സ്കൂളൊക്കെ കഴിഞ്ഞിപ്പോൾ വരുമല്ലോ. ഇനി ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അതും പറയും. എന്തപ്പോൾ ചെയ്യുക? എവിടെയെങ്കിലും പോയാലോ? വേണ്ട, എന്തപ്പോൾ ചെയ്യുക? ഇനി എന്തെങ്കിലും മച്ചാൻ പറഞ്ഞു വന്നാലാണ് എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പം ഇന്ന് ചായ ഉണ്ടാക്കി വെക്കാം. ഷോ, ഇതൊരു കഷ്ടമാണ്. നോക്കണേ, ഇവിടെ വന്നൊക്കെ പണിയെടുക്കലേ എന്നെ പണി. നെക്സ്റ്റ് കല്യാണത്തിന് പോവാം. ജോലി വേണ്ട, അയ്യോ കയ്യിൽ പോയി. പറഞ്ഞു വരികയായിരുന്നു. ഇവള് സംശയമൊക്കെ വന്നതില് ഏറ്റവും അടിപൊളിയായിട്ട് ആരാ ചെയ്തത്? ആൻഡ് നിങ്ങളുടെ ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്നത് ഇപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നെഗറ്റീവ് വരും. അതുകൊണ്ട് തന്നെ ആളുകൾ പല കാര്യങ്ങളും പ്രത്യേകിച്ച് സെലിബ്രിറ്റീസുകൾ സംസാരിക്കാതെ മാക്സിമം മൗനമായിട്ട് പോകാറുണ്ട്. പക്ഷെ നിങ്ങളുടെ പേജിൽ ഇപ്പോൾ വയനാട് ഇഷ്യൂ വന്നപ്പോഴും നിങ്ങൾ അത് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചതിനാണ് ആദ്യം ഒരു കയ്യടി. എങ്ങനെ അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യലി കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കണം, ഇന്ന വിഷയത്തിൽ സംസാരിക്കണം, വേണമെങ്കിൽ സംസാരിക്കാതിരിക്കായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ശരിക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ആ ഡയലോഗ് വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടോ? അല്ല, ചെയ്തില്ലെങ്കിൽ ചോദിക്കും. നമ്മുടെ ഫോളോവേഴ്സിന് ആരെങ്കിലും ഇത് കണ്ടിട്ട് അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നി ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യണേ. ഇപ്പൊ ഞങ്ങള് രാമകൃഷ്ണ മാഷിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്, ഞങ്ങളുടെ മാഷാണല്ലോ, അപ്പൊ ഞങ്ങള് സംസാരിച്ചില്ല ഇവൻ ആരും സംസാരിക്കാനുള്ള മാഷിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇട്ടു. അത് കണ്ടിട്ട് ആർക്കെങ്കിലും മാഷിനെ ശരിയാണല്ലോ, ചിലപ്പോ നെഗറ്റീവ് വിചാരിച്ചിട്ടുണ്ടാവും. മാഷ് ഇതാണ് തെറ്റ് വിചാരിച്ച കുറെ ആളുണ്ടാവും. അപ്പൊ ഞങ്ങളെ കാണുമ്പോ എന്തായിരുന്നു അല്ലേ കറക്റ്റ് കാര്യം എന്നുള്ള അവർക്ക് മനസ്സിലാവുമല്ലോ. എത്രയോ ആൾക്കാരുണ്ടാവും കറക്റ്റ് കാര്യം അറിയാണ്ട് തന്നെ തെറ്റിദ്ധരിക്കണത്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടുന്നത് ഓരോ കാര്യങ്ങളെ. നിങ്ങൾ എല്ലാവരും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. സംസാരിക്കാൻ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണോ? അല്ല, നമ്മൾ ഗ്രൂപ്പിൽ അങ്ങനെ ഇപ്പം നമ്മളുടെ പേജിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട്
അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക്, നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കറക്റ്റ് അറിയില്ല. പക്ഷേ നമ്മളിത്രയും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ജസ്റ്റ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി സംസാരിക്കുമ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പം അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമാണ് അവർ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി കേൾക്കുമ്പം ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. അപ്പം അങ്ങനെ തന്നെ എല്ലാ സെലിബ്രിറ്റീസും ഓപ്പണായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അതൊരു എന്താ പറയുക, റീൽസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ ഇതും കൂടി സംസാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരമായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അത് നല്ലൊരു തോട്ടാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് നിങ്ങൾക്ക് ശരിക്കും എന്താ ക്രിസ്മസ് എന്ന് അറിയോ? ഉണ്ണിയേശു പറഞ്ഞു പാട്ട് പാടിയില്ലേ, ബത്ലഹേമില് വന്നു നടന്നു. ബത്ലഹേമില് കഥ എനിക്കറിയാം. ഒരു കഥ പറയാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. മേരി എന്ന് പറഞ്ഞൊരു അമ്മ, ഭർത്താവ് ജോസഫ്, അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. അങ്ങനെ പ്രിൻസസ് വന്നിട്ട് അനുഗ്രഹിക്കും അവർക്ക്. ഇങ്ങനെ ദൈവത്തിന്റെ അങ്ങനെ ആണ് ഞാൻ ഒരു വീഡിയോ കണ്ടതാ. അപ്പൊ ഇങ്ങനെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ദൈവപുത്രൻ പിറക്കും, ഇമ്മാനുവൽ, ജീസസ്, പല പല പേരുണ്ടല്ലോ. അങ്ങനെ എന്തോ വേറൊരു ബത്ലഹേമിലേക്ക് പോണെന്ന് പറയും. അവിടെയാണ് പ്രസവിക്കാത്ര. അവിടെ പോയിട്ട് എന്ത് സെൻസസ് എടുക്കാനായിട്ട് ഇവരെ കൊച്ചു അല്ല, ഞാനൊരു വീഡിയോ ഞാൻ പറയാം. അങ്ങനെ അവർക്ക് അങ്ങോട്ട് കടലും മരുഭൂമിയും ഒക്കെ കടന്ന് അവര് അങ്ങോട്ട് എത്തും. ബത്ലഹേമിൽ എത്തുമ്പോ ഏതോ വീടിന്റെ വാതിൽ മുട്ടും, പക്ഷെ ആരും തുറക്കില്ല. രാത്രി പിന്നെ പ്രസവ വേദന കൊണ്ട് കാലിത്തൊഴുത്തിൽ കൊണ്ടാക്കും. അങ്ങനെ പ്രസവിക്കും. നക്ഷത്രങ്ങളാണ് അവർക്ക് കൂട്ടുണ്ടായിരുന്നേന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ക്രിസ്മസ് വരാണ്, ന്യൂ ഇയർ വരാണ്, പുതിയ വർഷം നമ്മൾ പുതിയ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത്തവണ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കാം? ഓരോ വർഷം ആകുമ്പോഴായിരിക്കും ഈ വർഷം അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാം. ഈ വർഷം അത് ചെയ്യാം. അതെ, നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നേ സഞ്ചരിച്ചു. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, നടക്കൂല. ഒരു പ്ലാനും ഇല്ലാണ്ട് ജീവിക്കാൻ, അതാണ് ന്യൂ ഇയർ. മച്ചാനും പിള്ളേരും അടുത്തൊരു ഇയർ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, അടുത്തേക്കാണ് നമ്മളൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പറയണ അങ്ങനെ അടുത്ത കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യല്ല. ഞങ്ങള് 3-4 ഓപ്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് സെലക്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ എടുത്തു വെച്ചത് ശരിക്കും. ഓക്കെ, അപ്പം ക്രിസ്മസ് ആണ്, നമ്മൾ പുതിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഇടാറുണ്ട്. ഇട്ടിട്ടുണ്ടോ നിങ്ങൾ പഠിക്കുമ്പോ? നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു ക്രിസ്മസ് ഫ്രണ്ട് ഇടാൻ വേണ്ടി പോവാം. നിറയെ സമ്മാനങ്ങളും തരും. പിന്നെ ഓക്കെ, ഇപ്പൊ ക്രിസ്മസ് ഫ്രണ്ട് ഇടാം. നമ്മളങ്ങനെ കളിയാക്കരുത്, അയാളുടെ മാനസികാവസ്ഥ കൂടി. ഇക്കൂട്ടത്തിലെ ഗുണ്ടായി ചെറിയൊരു ഗുണ്ടിയാണ് ഗുണ്ടി. കുറെ കാലം കഴിഞ്ഞാൽ അങ്ങനെ വിട്ടു പിരിയാനുള്ള ആ ഒരു മൈൻഡ് വരുന്നില്ല. വേറെ മാറുക എന്നുള്ളതൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. കുളിക്കാഴ്ചയിലൂടെ സ്നേഹം ഒരു